തരൂർ തലവേദന തന്നെയാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ പ്രവർത്തക സമിതി അംഗമായിട്ടും സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്ന ദുഃഖമാണ് അദ്ദേഹത്തിന്. KPCC ആസ്ഥാനത്തൊരു മുറി വേണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇവിടെ മറ്റ് നേതാക്കളൊന്നും അദ്ദേഹത്തുമായി ചേർന്ന് കൂടിയാലോചനകൾ നടത്തുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രവർത്തകർക്ക് പോകാനും പറ്റുന്നില്ല, നേരത്തെ പറഞ്ഞ ആക്സസിബിൾ അല്ല. അപ്പോൾ അത് അദ്ദേഹം വേറൊരു തലത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല എന്ന് സ്വയം പറയുന്നു. ഞാനിത് കോൺഗ്രസ് വക്താവല്ല എന്ന് പറയുന്നു. കോൺഗ്രസ് വക്താവല്ലാത്ത ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസ് MP ആയി നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് ഒരു ഉത്തരവാദിത്തമുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാകരുത് എന്ന് ഇന്ന് ഹസൻ പറഞ്ഞത് ഒരു പാർട്ടിയുടെ നിലപാടാണ്, സ്വാഭാവികമാണത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. CPM-ൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടൊരു ലേഖനം എഴുതാൻ CPM-ലെ ഒരു നേതാവിന് കഴിയുമോ? അങ്ങനെ ഒരു ലേഖനം എഴുതി കഴിഞ്ഞാൽ ആ നേതാവ് ആ പാർട്ടിയിൽ ഉണ്ടാകുമോ? ഇല്ല. കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ്. നേതാക്കൾക്ക് പരസ്പരം വിമർശിക്കാം, കുറച്ചുകൂടി തുറന്ന് പ്രതികരിക്കാം എന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പക്ഷേ അതേസമയം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും. ഇത് തരൂർ ആദ്യം ചെയ്യുന്നതല്ല. തരൂർ കുറച്ചു കാലമായി നിശബ്ദനായിരുന്നു. തരൂരിനെ കുറച്ചു കാലമായിട്ട് കാണാനില്ലായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ അവതരിപ്പിക്കാൻ എല്ലാവരുടെയും ഒരു പിന്തുണ നേടാനുള്ള അദ്ദേഹം ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ NSS-ന്റെ സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് ലീഗിൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ ആ നിലയ്ക്ക് കൊണ്ടുപോയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ശശി തരൂർ വരട്ടെ എന്നൊരു താല്പര്യം കൂടി ഈ ലീഗിനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തന്നെ വാർത്താസമ്മേളനം നടത്തുകയാണ്. മുൻ വ്യവസായ മന്ത്രി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് മുൻ UDF സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ച് പറയുന്നു. കാക്കനാട് ഒരു കുറുക്കൻ മൂലയായിരുന്ന കാക്കനാട് പിന്നെ ഏത് തരത്തിലേക്ക് വ്യാവസായികമായി വളർന്നു എന്ന് പറയുന്നു. UDF കാലത്ത് വ്യവസായങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് ഇടതു പാർട്ടികൾ എതിർത്തിരുന്നതെന്നും സമരങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചതെന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ തരൂർ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇവിടെ വ്യാവസായികമായി വളർച്ചയുടെ കാര്യം നോക്കുമ്പോൾ അതത് സർക്കാരിൻ്റെ കാലത്ത് ഓരോ തരം പദ്ധതികളുമായി ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിലൊരു ആരാണ് മുന്നിൽ എന്നുള്ള തർക്കത്തിലേക്കൊക്കെ പോകുമ്പോൾ അത് വലിയ ചർച്ചകളിലേക്ക് കൊണ്ടുവരും. അതല്ലല്ലോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇവിടെ എന്താണ് തരൂർ പറഞ്ഞു വെച്ചത്? തരൂർ ഈ ഘട്ടത്തിൽ ഇത് പറയാമോ എന്നുള്ളത്. ഇവിടെ മൂന്നാം ഊഴത്തിന് തയ്യാറെടുക്കുകയാണ് പിണറായി സർക്കാർ. അതിനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നാണ് അവർ പൊതുവേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും വ്യാവസായികമായി വളരെയധികം വളർന്നു. അത് മുൻവർഷങ്ങളിലെ കണക്കൊന്നുമല്ല പറയുന്നത്. 3.5 വർഷത്തെ കണക്കാണ് P. രാജീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 3.5 വർഷം കൊണ്ടാണ് ഈ 2,90,000 സ്റ്റാർട്ടപ്പുകൾ വന്നു എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടപ്പുകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2021 ശേഷമാണ് ഏത് ചെറിയ പദ്ധതികളെ MSME പദ്ധതികളെ കൂടി ഈ സ്റ്റാർട്ടപ്പുകളുടെ പട്ടികയിലേക്ക് പെടുത്തിക്കൊണ്ട് വലിയൊരു കണക്ക് കേന്ദ്ര സർക്കാരാണ്, മോദി സർക്കാരാണ് ഈ രീതി തുടങ്ങി വെച്ചത്. 2021 മുമ്പാണെങ്കിൽ ഇങ്ങനൊരു കണക്ക് കിട്ടില്ല. അപ്പോൾ ഈ കണക്കിലേക്ക് വരുമ്പോൾ ഏത് ചെറിയ സംരംഭത്തെയും, ചെന്നിത്തല പറയുന്ന പോലെ ഒരു തയ്യൽ കട തുടങ്ങിയാലും അപ്പുറത്തെ ഒരു കടമുറി മാറി വേറൊരു മുറിയെടുത്ത് അതിന് ലൈസൻസ് നേടിയാലും ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയായി ആ പദ്ധതിയുടെ കണക്കിലേക്ക് പെടുത്താം. ആ രൂപത്തിൽ ഒരു വലിയ കണക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിയും. ഈ കണക്കുകൾ സർക്കാരിന് പറയാം, P. രാജീവിന് പറയാം, സർക്കാരിന് നേട്ടമായി അവതരിപ്പിക്കാം. പക്ഷേ അത് എങ്ങനെയാണ് പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനത്ത് പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഏറ്റവും ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ഒരു നേതാവ് അതിൽ ഒരു പ്രതികരണം നടത്തുകയല്ല. ഒരു ബൈറ്റ് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു പ്രതികരണമല്ല. അദ്ദേഹം ലേഖനം എഴുതുകയാണ്. അപ്പോൾ ആലോചിച്ചുറപ്പിച്ച് കാര്യങ്ങൾ പരിശോധിച്ച് CPM-ന് പിന്തുണ നൽകുന്നു. അത് ഇടത് പാർട്ടിയെ പിന്തുണയ്ക്കുകയല്ല ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. ഇടത് സർക്കാരിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്തതെന്ന് പറയുന്നു. സ്റ്റാർട്ടപ്പിനെ മാത്രമാണ് പിന്തുണയ്ക്കുക ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ അവിടെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പറ്റി ഒരു കാര്യവും പറയാതെ ഇന്ന് പുതിയ പോസ്റ്റ് ഇടുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ വിസ്തീർണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാം നന്നായിട്ടല്ല നടക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ തൊഴിൽ ക്ഷാമമുണ്ട്, യുവാക്കളുടെ വിദേശ പ്രവാസമുണ്ട്, കൃഷി പ്രതിസന്ധിയുണ്ട്, ചരിത്രത്തിലെ വലിയ കടബാധ്യതയുണ്ട്. ഇതൊക്കെ ഇന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് വിസ്തീരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു പോസ്റ്റ് ഇടുമ്പോൾ മറ്റു കാര്യങ്ങൾ കൂടി നോക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം കാണിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം അവിടെ രാഷ്ട്രീയ നേതാവല്ല. അപ്പോൾ ഒരു സാമൂഹ്യ നിരീക്ഷകനായി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായി അദ്ദേഹത്തെ അവരോധിക്കുകയാണ്. അപ്പോൾ അതേപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും 15 മാസമുണ്ടല്ലോ. താൻ 150-ലധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനിയും ഒരു ലേഖനം എഴുതാനുള്ള അവസരമുണ്ടല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അടുത്ത ലേഖനം എഴുതുമെന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത്? ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം തികഞ്ഞ പരാജയമാണ്. പല ഘട്ടങ്ങളിലും പ്രതികരണങ്ങൾ അദ്ദേഹം വേറൊരു രൂപത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാം, വിശ്വപൗരനായി അവതരിപ്പിക്കാം. അദ്ദേഹത്തെ പോലൊരു നേതാവിനെ കോൺഗ്രസിന് കിട്ടിയെന്നത് കോൺഗ്രസിന് അഭിമാനിക്കാം. പക്ഷേ അദ്ദേഹത്തെ ഒരു നേതാവായി പുറത്തേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താൻ പറ്റിയൊരു നേതാവല്ല അദ്ദേഹം. ഈ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് നല്ലവണ്ണം വിയർത്തിട്ട് തന്നെയാണ്. അവിടെ ആ ഘട്ടത്തിൽ സഭ
സഭയും സഭാവിശ്വാസികളും എടുത്ത നിലപാട് എന്നുള്ളത് വിഴിഞ്ഞം സമരത്തെ തള്ളിപ്പറഞ്ഞ നേതാവാണ്. വിഴിഞ്ഞം സമരത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്താൻ പോയപ്പോൾ രാഹുലിനെ തടഞ്ഞു വെച്ച നേതാവാണ് ഈ ശശി തരൂർ. ഇതൊക്കെ തന്നെയും സഭ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരു BJP പ്രതിനിധി അവിടെ നിന്ന് ജയിക്കരുത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയി സഭാ നേതൃത്വത്തെ കണ്ട് കാലുപിടിച്ച് പറഞ്ഞിട്ടാണ് തരൂർ ജയിച്ചത് എന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം മറക്കരുത്. തിരുവനന്തപുരത്ത് അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഒരു വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് MP എന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വിശദീകരിച്ചാൽ കുറച്ചുകൂടി നന്നാകും. ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ മുഴുവൻ നേട്ടങ്ങളും വിശദീകരിക്കുന്ന ഈ സമയം കൊണ്ട് താൻ തിരുവനന്തപുരം MP എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിച്ചാൽ നന്നാവുമെന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഒരിക്കലും ചെയ്തുകൂടാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുഴുവൻ നേതാക്കളും പ്രതികരിക്കാൻ വന്നത്. ഒരു ഘട്ടത്തിലും കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ പ്രതികരിക്കാത്ത PK കുഞ്ഞാലിക്കുട്ടി പോലും ഇപ്പോൾ ഈ കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ശശി തരൂരിനെതിരെ നേരിട്ടൊരു വിമർശനമൊന്നും അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയിട്ടില്ല. പക്ഷേ ഏത് സാഹചര്യത്തിൽ ഇവിടെ UDF സർക്കാരിൻ്റെ കാലത്തെ വ്യാവസായിക നേട്ടങ്ങൾ വിശദീകരിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് PK കുഞ്ഞാലിക്കുട്ടിയെയും നയിച്ചിരിക്കുന്നത് ഈ പ്രതിസന്ധി കാരണമാണ്. ഇത് ഹൈക്കമാൻഡ് ഗൗരവത്തിൽ തന്നെ എടുക്കുമെന്നാണ് കരുതുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് മോദിയെ അവിടെ പുകഴ്ത്തുന്നത്. ഇവിടെ ചങ്ങലക്കിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുവന്നു. ആ ഘട്ടത്തിൽ ആ ലേഖനത്തിലും അല്ലെങ്കിൽ അതിനു മുമ്പ് നടത്തിയ പ്രതികരണത്തിലും അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. മോദി ട്രംപ് കൂടിക്കാഴ്ച പ്രശംസനീയമെന്ന വാചകമാണെന്ന് പറഞ്ഞത്. ഇവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മോദി ഒന്നും കൊണ്ടുവന്നില്ല എന്നും അവിടെ പോയി നാണം കെടുകയാണ് എന്ന് പറയുകയും അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നിടത്താണ് പ്രശംസനീയമെന്ന വാചകം പറഞ്ഞത്. അതുപോട്ടെ, ഇന്ന് അദ്ദേഹം വിശദമായി മാധ്യമങ്ങളെ പ്രതികരിച്ചല്ലോ. ഇന്ന് പ്രതികരിക്കുമ്പോൾ ഇന്നലെ രാത്രി ഇവിടെ കുറേ ഇന്ത്യക്കാർ തിരിച്ചെത്തിയിട്ടുണ്ടല്ലോ. അവരെയും ചങ്ങലക്കിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ട്രംപ് മോദി കൂടിക്കാഴ്ചയുടെ ഫലം എന്താണ് എന്ന കാര്യത്തിൽ ഒരു ചെറിയ പ്രതികരണം അദ്ദേഹത്തിന് നടത്താമായിരുന്നു. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് തികഞ്ഞു പരാജയമാകുന്നു, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് Meet the editors.